ഞാൻ പണ്ട് സേലത്ത് പഠിച്ചുകൊണ്ടിരുന്നൊരു ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടുത്തെ ഫുഡായിരുന്നു. പലർക്കും എനിക്കറിയാം, നമ്മൾ കോളേജിലൊക്കെ പുറത്ത് പോയി പഠിക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും പലർക്കും അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെടാറില്ല. എപ്പോഴും നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ ആയിരിക്കും ഇഷ്ടപ്പെടാറ്. പക്ഷേ എനിക്കെന്തോ അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, പ്രത്യേകിച്ച് അവരുടെ ദോശ, അവരുടെ സാമ്പാർ, രസം, അതേപോലെ തന്നെ പൊങ്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അവർ ആ പൊങ്കലും സാമ്പാറും അതേപോലെ തന്നെ അതിനകത്ത് ആ ഒരു ചട്നിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ എന്തൊരു രുചിയാണ്. എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടാറില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രഗ്നൻ്റ് ആയ സമയത്താണ് എനിക്ക് ഇതേപോലെ അവിടുത്തെ ഫുഡ് കഴിക്കണം എന്നൊക്കെ ഒരു പ്രത്യേക ഒരു കൊതി തോന്നിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, എനിക്ക് ഇവിടെ നിന്ന് അവിടം വരെ ട്രാവൽ ചെയ്ത് പോകാനുള്ളൊരു സാഹചര്യം അല്ലാതിരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ശരണ എനിക്ക് സജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ട് ശരണ എനിക്ക് അവിടുത്തെ സാമ്പാർ, രസം, തോരൻ, അവിടെ പൊരിയൽ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവൾ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാനൊരു വർക്കിന് പോകുന്ന വഴി, അപ്പോൾ ചാച്ചനും അമ്മയും അവർ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ആര്യാസ് ഉണ്ടായിരുന്നു. അതായത് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ആര്യാസിൽ നമ്മൾ എവിടുന്നേലും ഫുഡ് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ കയറിയത്. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് ഇതേപോലെ അവിടെ വെയിറ്റർ വന്നപ്പോൾ വെയിറ്റർക്ക് എന്താണ് ഫുഡ് എന്ന് ചോദിച്ചപ്പോൾ പൊങ്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് കഴിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ പൊങ്കലാണ് ഓർഡർ ചെയ്തത്. ശരിക്കും എനിക്ക് ഭയങ്കര നൊസ്റ്റടിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു നൊസ്റ്റടിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷമായി ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട്, പക്ഷേ എങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പിന്നെയും പൊങ്കൽ കഴിച്ചത് ഈ ഒരു ഡേയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ അവിടെ വീണ്ടും പോയിരുന്നു, പക്ഷെ അന്ന് എനിക്കത് കിട്ടിയില്ല. അന്ന് ഞാൻ ആഫ്റ്റർനൂൺ ടൈമിലായിരുന്നു പോയിരുന്നത്. അപ്പം ഇന്ന് എന്താണെങ്കിലും ഈ ദിവസം ഞാനത് കഴിച്ചു. അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് സംഭവം, ഇതെന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അവിടെ തമിഴ്നാട്ടിലെ ഒരു ഫുഡാണ്, പൊങ്കൽ എന്നാണ് ഇതിനെ പറയുന്നത്, നല്ല ടേസ്റ്റിയാണ് അമ്മേ, നല്ല ടേസ്റ്റിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അമ്മ പക്ഷേ കഴിച്ച് നോക്കിയൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ പുറത്തെ ഫുഡ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടുന്ന് കൂടുതലും തമിഴ്നാട്ടിലെല്ലാവരും പോകുന്ന പഴനിക്കായിരിക്കും. പഴനിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പോലും പുറത്തെ ഫുഡ്, പ്രത്യേകിച്ച് അവിടുത്തെ അരി ചെറിയ അരിയല്ലേ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ വലിയ അരിയുടെ ചോറൊക്കെ എപ്പോഴെങ്കിലും വാങ്ങി കഴിക്കുമ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു എൻ്റെ അടുക്കെ, ഇതെങ്ങനെ തൊണ്ടേന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, എന്താ ചവയ്ക്കാതാണോ കഴിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു അരി പൊന്നിയരി എന്നാണല്ലോ പറയുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ഞാൻ റീസെൻ്റ്ലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ പൊന്നിയരി ഇരിക്കുന്നത് കണ്ടു. ഞാൻ ഇവിടെ നിന്ന് ഒരു 1 kg വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പുറത്തെ മീൻസ് തമിഴ്നാട്ടിലെ പൊങ്കൽ കഴിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ആരായാലും നല്ല ടേസ്റ്റിയാണ്. ആര്യാസിൽ എനിക്കും അപ്പോൾ ആര്യാസിൽ എല്ലായിടവും കിട്ടുമായിരിക്കും. അപ്പോൾ ഇനിയും ആര്യാസിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കേണ്ട ഒരു ടൈമിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആര്യാസ് തിരക്കിയിട്ട് പൊങ്കൽ കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ഒരു കുറവും പറയാനില്ലാത്ത ഒരു ഐറ്റമായിരുന്നു കേട്ടോ. ഒരു കുറ്റമൊന്നും പറയാനില്ലായിരുന്നു. തമിഴ്നാട്ടിൽ അവർ വെക്കുന്ന അതേ രീതിക്ക് തന്നെ. പിന്നെ അതേപോലെ തന്നെ അവരുടെ കോഫിയും അടിപൊളിയാണ്. അത് എല്ലാവരുടെയും പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലായിടവും ആര്യാസ് ആണെങ്കിൽ പോലും എല്ലായിടവും അത്ര നീറ്റായിട്ടൊന്നും കാണാറില്ല, പക്ഷേ ഇവിടെ നല്ല നീറ്റായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഏതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ശരിക്കും ഞാൻ എൻ്റെ ആ ഒരു ഫുൾ വീഡിയോ ഞാൻ എടുത്തതിനകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു വീഡിയോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ എന്നെപ്പോലെ ഇതേപോലെ പുറത്തൊക്കെ പഠിച്ചിട്ട് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ